ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ സറണ്ടർ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പേടിപ്പെടുത്തുന്ന ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ചെകുത്താന്റെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശൻ ഒരു മനുഷ്യനെ കടിച്ചു മുറിച്ച് തിന്നോണ്ടിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. മുത്തശ്ശന്റെ പുറം ഭാഗത്ത് ചിറക് പോലെ 5-6 കൈകൾ കാണാം. ഇങ്ങനൊരു കൊടൂരമായ കാഴ്ച കാണിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അടുത്ത സീനില് നമ്മുടെ കഥാനായിക മെഗന്റെ ഫാമിലിയെ കാണിക്കുന്നു. മമ്മിയുടെ പേര് ബാർബ്ര ആൻഡ് ഡാഡിയുടെ പേര് റോബർട്ട്. മെഗന്റെ ഡാഡി ക്യാൻസർ ബാധിച്ച് രോഗാവസ്ഥയില് വയ്യാതെ കിടക്കുവാണ്. ഇത്രയും നാളും ഡാഡിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് മമ്മിയായിരുന്നു. ഇപ്പോ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ മെഗൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട്. അവള് ജോലി ചെയ്തിരുന്നത് മറ്റൊരു ടൗണിലായിരുന്നു. ഇനി മെഗന്റെ മമ്മിയെ പറ്റി പറയുകയാണെങ്കിൽ മമ്മിയുടെ ലോകം എന്ന് പറയുന്നത് തന്നെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ്. മകളുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിരന്തരമായിട്ട് വഴക്കിട്ടോണ്ടിരിക്കും. മമ്മി ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയുമ്പോ മെഗൻ എന്താ വിചാരിക്കുന്നത്? മമ്മിക്ക് തന്നോട് ദേഷ്യമാണ്, തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവള് ഡാഡിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടും കുറച്ചു കാലം നാട്ടിലേക്ക് വരാതിരുന്നത്. ഇപ്പോ 5-6 മാസം ആ വീടിനകത്ത് തന്നെ അടഞ്ഞിരുന്ന് രാവും പകലും ഉറക്കമില്ലാതെ മമ്മിയുടെ നിരന്തരമായ വഴക്ക് കേട്ട് അവൾ ആ വീടിന് വെളിയിലേക്ക് ഓടുക. എന്നിട്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് അലറി വിളിക്കുന്നുണ്ട്. മെഗൻ അങ്ങനെ ഒന്ന് കാമായി ഡാഡിയുടെ മുറിയിലേക്ക് ചെന്നു. ഈ സമയം മമ്മിയാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാനൊന്ന് ഉറങ്ങട്ടെ, ഡാഡിയെ നോക്കിക്കോണേ എന്നും പറഞ്ഞ് മമ്മി മുറിയിലേക്ക് പോയി. മെഗൻ ഡാഡിയുടെ മുറിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മമ്മി മോളും ഡാഡിയെ നോക്കുന്ന കാര്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഡാഡി എന്ന് പറഞ്ഞ ജീവനാണ്. മെഗൻ അങ്ങനെ താഴെ ക്ലീൻ ചെയ്യുന്ന നേരത്താണ് ഡാഡിയുടെ ബെഡിന് താഴെ ഒരു പൊതി കിടക്കുന്നത് കാണുന്നത്. അതൊരു വുഡു വിച്ച് ക്രാഫ്റ്റ് ആണ്. അവൾ ആ പൊതി അഴിച്ചു നോക്കി. അതിനകത്ത് നിറയെ മനുഷ്യന്റെ പല്ലുകളായിരുന്നു. മെഗൻ അത് കണ്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയി. ഉടനെ തന്നെ ആ വിച്ച് ക്രാഫ്റ്റ് എടുത്ത് ട്രാഷിലേക്ക് ഇട്ടു. അവൾ ആ മേശപ്പുറത്തുണ്ടായിരുന്ന ഡാഡിയുടെ സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കുക. ഈ നേരത്ത് ഡാഡി മയക്കത്തിൽ നിന്ന് എണീറ്റു. ബാർബറ എന്ന് പറഞ്ഞ് ഒച്ചത്തില് കരയാൻ തുടങ്ങി. മെഗൻ ഉടനെ തന്നെ മമ്മിയുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. ഡാഡിക്ക് കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുന്നത് മമ്മിയാണ്. അതിനെക്കുറിച്ചൊന്നും മെഗന് വലിയ പിടുത്തമില്ല. ഏത് മരുന്നാണ്, എത്ര ഡോസ് കൊടുക്കണം, ഇതൊന്നും തന്നെ മെഗൻ അറിയില്ല. സത്യം പറഞ്ഞ മമ്മി അതിന് സമ്മതിക്കില്ല. മമ്മി ധൃതി പിടിച്ച് മോർഫിൻ സിറിഞ്ചിലെടുത്ത് മരുന്ന് ഡാഡിക്ക് കൊടുക്കുന്നു. ഡാഡി മയക്കത്തിൽ നിന്ന് എണീക്കുമ്പോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് മോർഫിൻ കൊടുക്കണം. അതും കൃത്യമായിട്ട് കൃത്യസമയത്ത് കൊടുക്കണം. എന്നാ ഈ സമയം ബാർബറ പറഞ്ഞ അളവിൽ നിന്ന് പകുതി ഡോസ് മാത്രമേ ഡാഡിക്ക് കൊടുക്കുന്നുള്ളൂ. ഇക്കാര്യം മെഗൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ മമ്മി അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. ഇപ്പോഴാണ് മമ്മി ആ ട്രാഷിനകത്ത് നായിക വലിച്ചെറിഞ്ഞ ആ വിച്ച് ക്രാഫ്റ്റ് കാണുന്നത്. ഇതൊരു മെഡിസിൻ ബാഗ് ആണ്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല എന്ന് പറഞ്ഞ മമ്മി അതെടുത്ത് ഡാഡിയുടെ ബെഡിനടിയിൽ തന്നെ വെക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരല്പസമയം കഴിഞ്ഞ് ഡാഡിയെ നോക്കാനായിട്ട് ഒരു നഴ്സ് വന്നു. ഡാഡിയുടെ വസ്ത്രം മാറ്റുന്നു, ക്ലീൻ ചെയ്യുന്നു, പുള്ളിക്കാരന് വേണ്ട മരുന്നും മോർഫിനൊക്കെ കൊടുക്കുന്നു. ആ നഴ്സ് മമ്മിയോട് ഡാഡിക്ക് കൊടുക്കുന്ന മരുന്നിനെ കുറിച്ച് ചോദിക്കും. റോബർട്ട് മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മരുന്നൊക്കെ കൊടുക്കാറില്ലേ? അതിന് മമ്മി പറയും അദ്ദേഹത്തിന് ഫുൾ ഡോസിന്റെ ആവശ്യമില്ല, വേദന കുറയാൻ കുറച്ച് മരുന്ന് മതി, അദ്ദേഹത്തിന് ഈ മരുന്ന് കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്നൊക്കെയാണ് മമ്മി പറയുന്നത്. അങ്ങനെ ആ നഴ്സ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ മെഗനെ വിളിച്ച് കാര്യങ്ങൾ പറയും. ഡാഡിക്ക് ഫുൾ ഡോസ് മരുന്ന് കിട്ടുന്നുണ്ടോന്ന് നീ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് അത് അത്യാവശ്യമാണ് കേട്ടല്ലോ. ഈ നഴ്സ് ചിന്തിക്കുന്നത് മമ്മി മനഃപൂർവ്വം ഡാഡിക്ക് മരുന്ന് കൊടുക്കുന്നില്ല, അത് മമ്മി തന്നെ യൂസ് ചെയ്യാണെന്നാണ്. ഇത് കേട്ട് മെഗൻ പറയും ഡാഡിക്ക് മമ്മിയെ ഒത്തിരി ഇഷ്ടമാണ്, എപ്പോ കണ്ണു തുറന്നാലും അദ്ദേഹം മമ്മിയെ വിളിച്ച് മാത്രമേ കരയാറുള്ളൂ. അതിന് നഴ്സ് പറയും അദ്ദേഹം മമ്മിയെ വിളിക്കുന്നത് മമ്മിയെ കാണാനോ അടുത്തിരിക്കാനോ അല്ല, അദ്ദേഹത്തിന് ആ വേദന താങ്ങാൻ കഴിയാതെയാണ്. ഇവരിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ മുറിയിലിരിക്കുന്ന മമ്മി തന്റെ തലമുടിയൊക്കെ വലിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. മുടി പറിച്ചെടുത്ത് തലയുടെ പിറകിലായിട്ട് വലിയൊരു മുറിവായിട്ട് മാറി. ഒരല്പസമയം കഴിഞ്ഞ് മെഗൻ മമ്മിയോട് ഡാഡി തുടങ്ങി വെച്ചിരുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ച് ചോദിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മെഗനും ഡാഡിയും ചേർന്ന് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് തീരുമാനിച്ചിരുന്നു. അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനായിട്ട് മെഗന്റെ ഡാഡി കുറച്ചധികം പണം സേവ് ചെയ്ത് വെച്ചിരുന്നു. ആ പണത്തെ കുറിച്ചാണ് മെഗൻ ഇപ്പൊ ചോദിക്കുന്നത്. അതിന് മമ്മി പറയും നിന്റെ ഡാഡിയുടെ ചികിത്സയ്ക്ക് തന്നെ ഒത്തിരി പണം ചെലവായി, പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മമ്മി അവളെ വഴക്ക് പറയാണ്.
ഈ ഒരു സമയത്താണ് മെഗൻ മമ്മിയുടെ തലയിലുള്ള മുറിവ് കാണുന്നത്. ആ മുടിയൊക്കെ വലിച്ച് പറിച്ചെടുത്ത് തലയുടെ പിന്നിലെ അത്യാവശ്യം നല്ല മുറിവായി. മമ്മി ആകെ തകർന്നൊരവസ്ഥയിലാണ്. ഡാഡി ഇല്ലാതെ ഒരു നിമിഷം പോലും ബാർബറയെ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. ഈ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് മമ്മിക്ക് ഇന്ന് രാത്രി പുറത്തു പോയിക്കൂടെ? ഫ്രണ്ട്സുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച് ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ വന്നാ മതി, ഞാൻ ഡാഡിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. ആദ്യം മമ്മി അതിന് തയ്യാറായില്ല. താനില്ലാത്ത സമയത്ത് റോബോട്ടിന് എന്തെങ്കിലും സംഭവിച്ചാലോ? പിന്നെ മെഗൻ എന്തൊക്കെയോ പറഞ്ഞ് മമ്മിയെ കൺവിൻസ് ചെയ്യുന്നു. അന്ന് രാത്രി മമ്മി ഫ്രണ്ട്സിനോടൊപ്പം ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. മെഗൻ ഉടനെ തന്നെ തന്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്യുന്നു. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. നീ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞോ? പണത്തെ പറ്റി ചോദിച്ചോ? അതിന് മെഗൻ മറുപടി പറയുന്നുണ്ട്, മമ്മി പുറത്തേക്ക് പോയിരിക്കുക, ഞാൻ പണത്തെക്കുറിച്ച് മമ്മിയോട് ചോദിച്ചിരുന്നു, പക്ഷേ മമ്മി ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇതേ സമയം തന്നെ മറുവശത്ത് ഫ്രണ്ട്സിന്റെ കൂടെ ഡിന്നർ കഴിക്കാനാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ മമ്മി ആളില്ലാത്ത സ്ഥലത്ത് കാറ് നിർത്തി ഒരു ബോക്സിനകത്ത് നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. അതൊരു വിച്ച് ക്രാഫ്റ്റ് ആണ്. ഇവിടെ ഇതേ സമയം മെഗൻ ഡാഡിയെ നോക്കാനായിട്ട് ബെഡിനടുത്തിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മുറിയിലെ അവര് രണ്ടുപേരും തനിച്ചായിരുന്നില്ല. എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ട് ശബ്ദങ്ങൾ കേൾക്കാം. ആരോ നടക്കുന്നത് പോലെ, ഓടുന്നത് പോലെ, ചുമരിലൂടെ വലിഞ്ഞു കയറുന്നത് പോലെ. പക്ഷേ ഒരു സാധനത്തെയും അവൾക്ക് കണ്ണുകൊണ്ട് കാണാൻ വയ്യ. ഇപ്പോ ഈ ശബ്ദങ്ങൾ കേട്ട് ഡാഡി കണ്ണു തുറന്നു മമ്മിയെ വിളിച്ച് കരയാൻ തുടങ്ങി. മെഗൻ പെട്ടെന്ന് തന്നെ മെഡിസിൻ ഷെഡ്യൂൾ എടുത്ത് നോക്കുമ്പോ മോർഫിൻ കൊടുക്കേണ്ടത് ഇനി 9 മണിക്കാണ്. ഇപ്പോ സമയം രാത്രി 8 മണിയായിട്ടുള്ളൂ. മെഗന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഡാഡി ഇങ്ങനെ വേദനയെടുത്ത് കരഞ്ഞോണ്ടിരിക്കുകയല്ലേ. അവള് പെട്ടെന്ന് തന്നെ മമ്മിയെ ഫോൺ ചെയ്ത് നോക്കി. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. മെഗനാവട്ടെ ഫുൾ ഡോസ് മരുന്നെടുത്ത് അത് ഡാഡിക്ക് കൊടുത്തു. അടുത്ത സെക്കൻഡിൽ തന്നെ ഡാഡി സ്ട്രെയിഞ്ച് ആയിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിക്കാൻ തുടങ്ങി. ഈ സമയം മെഗന്റെ കുട്ടിക്കാലത്തെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മെഗൻ കുഞ്ഞായിരുന്നപ്പോ ചത്തുപോയൊരു കിളിയെ നോക്കി ഒത്തിരി സങ്കടപ്പെട്ട് നിൽക്കുക. അത് കണ്ട് ഡാഡി മകളെ സമാധാനിപ്പിക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. ഈ ഭൂമിയിലെ എല്ലാത്തിനും മരണമുണ്ട്, അതൊരിക്കലും തിരിച്ചു വരില്ല. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് മൂവ് ഓൺ ചെയ്യാം. മരണം പേടിക്കേണ്ട ഒന്നല്ല. ഡാഡിയും മോളും അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ വയസ്സായ റോബർട്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. പെട്ടെന്നാണ് മെഗൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോ ബെഡിൽ കിടന്നുറങ്ങിയിരുന്ന ഡാഡിയെ ഇപ്പൊ കാണുന്നില്ല. അവള് തിരിഞ്ഞു നോക്കി. ഡാഡി അവിടെ മുകളിലേക്ക് നോക്കി പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അവള് ഡാഡിയുടെ അടുത്തേക്ക് ഓടി ചെന്നതും റോബർട്ട് മകളുടെ കൈ പിടിച്ച് ഞെരിക്കുകയാണ്. എന്നിട്ട് പേടിച്ച് വിറച്ച് മകളോട് പറയും, അവര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് മെഗൻ ഒന്ന് ഷോക്കായി. പേടിക്കണ്ട, ഒന്നുമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് മെഗൻ ഡാഡിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് മെഗൻ ഒന്ന് മുഖം കഴുകാനായിട്ട് വാഷ്റൂമിലേക്ക് പോയി. ഈ ഒരു സമയത്താണ് പുറത്തേക്ക് പോയ മമ്മി തിരികെ എത്തുന്നത്. അവൾ ആ ശബ്ദങ്ങൾ കേട്ട ഉടനെ തന്നെ മുറിയിലേക്ക് ഓടിച്ചെന്നു. കാരണം 8 മണിക്ക് മോർഫിൻ കൊടുത്ത കാര്യം മമ്മിയോട് പറയണ്ടേ. ഇത് കേട്ട ഉടനെ തന്നെ മമ്മി അവളെ വഴക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം മെഗൻ വാഷ്റൂമിലേക്ക് പോയ ആ ഒരു ഗ്യാപ്പില് മമ്മി ഡാഡിക്ക് മോർഫിൻ കൊടുത്തു. ഇപ്പോ 1 മണിക്കൂർ ഇടവിട്ട് 2 ഡോസ് മരുന്നായി. ഇത് കേട്ടതോടെ മെഗൻ ആകെ പാനിക്കായി. ഡാഡിക്ക് ഇനി എന്തെങ്കിലും പറ്റുമോ? നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ? രണ്ടുപേരും ആകെ പേടിച്ചു നിൽക്കുക. എന്തായാലും മമ്മി റോബർട്ടിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ തയ്യാറല്ല. രണ്ടുപേരും പേടിച്ച് അന്ന് രാത്രി ഡാഡിയുടെ കൂടെ ആ ബെഡിലാണ് ഉറങ്ങുന്നത്. ഡാഡി സഹായത്തിനായിട്ട് അവരെ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അറിയണ്ടേ. അടുത്ത സീനില് പിറ്റേന്ന് രാവിലെ മെഗൻ കണ്ണു തുറന്നു നോക്കുമ്പോ ഡാഡി കണ്ണൊക്കെ തുറന്ന് അനക്കമില്ലാതെ കിടക്കുവാണ്. ഇന്നലെ രാത്രി തന്നെ റോബോട്ട് മരിച്ചിരുന്നു. അവര് രണ്ടുപേരും ചേർന്ന് ഡാഡിയുടെ കണ്ണുകൾ അടയ്ക്കാൻ നോക്കി. പക്ഷേ ഒരു കണ്ണ് മാത്രം അടയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഡാഡിയുടെ ഒരു കണ്ണ് മാത്രം അടഞ്ഞിരുന്നില്ല. മമ്മി അങ്ങനെ തിരക്കിട്ട് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. മെഗൻ പറയുന്ന ഒരു കാര്യങ്ങളും മമ്മി ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഡാഡിയുടെ ഫ്യൂണറൽ ചടങ്ങ് നടത്തണ്ടേ, ആളുകളെയൊക്കെ അറിയിക്കണ്ടേ. അതിന് മമ്മി പറയും, ഡാഡിയെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ പോവാ. ഇതും പറഞ്ഞ് മമ്മി ആകെ ദേഷ്യപ്പെട്ട് താഴെ ബേസ്മെന്റിലേക്ക് പോയി. മമ്മി ഇത്തരത്തില് വിചിത്രമായിട്ട് പെരുമാറുന്നത് കണ്ട് മെഗൻ ആകെ കൺഫ്യൂസ് ആയി. മം, നിങ്ങൾ എന്തേ ചെയ്യുന്നേ? അതിന് മമ്മിയാണെങ്കിൽ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ഇന്ന് രാത്രി ഒരാൾ ഈ വീട്ടിലേക്ക് വരും, ഞാൻ അയാളെ കാത്തിരിക്കുക. ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മമ്മി എന്താണ് ഈ പറയുന്നതെന്ന് മേഘന് പിടുത്തമില്ല. ആരിങ്ങോട്ട് വരുന്നേ, എന്തിന്? ഈ ഒരു ചോദ്യത്തിന് ബാർബറ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മകളോട് പറയാ. ഞാൻ റോബർട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ മരണത്തിൽ നിന്ന്. മെഗൻ ആകെ അങ്ങ് ഷോക്കായി പോയി. മമ്മിക്ക് ഇപ്പോ ഈ വീട്ടിലേക്ക് വരുന്ന ആളുടെ പേരും വിലാസവും ഒന്നും അറിയില്ല. അയാള് ഫോണിലൂടെ കുറെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യണം. പിന്നെ
അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവര് രണ്ടുപേരും തമ്മില് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഡാഡിയെ ചികിത്സിക്കാനായിട്ട് ബാർബറ സമ്മതിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് ഈ മരുന്നിലും ചികിത്സയിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഏതൊരു സ്ട്രേഞ്ചർ നമ്മുടെ ഡാഡിയെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പോവാ. മം, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അതിന് മമ്മി പറയും, അത് നീ വിചാരിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ 40 വർഷം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഇനി ഡാഡി ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് കേട്ട് മെഗൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി വീടിന് വെളിയിലിരുന്ന് കരയുക. ഇനി എങ്ങനെ മമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കും? ഈ സമയം അവൾക്ക് ഡാഡിയെ കാണാം. ഡാഡി അവളെ സമാധാനിപ്പിക്കുക. നിന്റെ മമ്മി ഒത്തിരി സങ്കടത്തിലാണ്, നീ ദേഷ്യപ്പെടല്ലേ. നീ ഇപ്പോ മമ്മിയുമായിട്ട് വഴക്കിട്ടാല് കുറ്റക്കാരി നീ മാത്രമായിരിക്കും. അങ്ങനെ തന്നെ ഡാഡി അവിടെ നിന്ന് മറഞ്ഞുപോയി. ഒരുപക്ഷെ മെഗൻ തന്റെ ഡാഡിയെ ഇമാജിൻ ചെയ്യുന്നതായിരിക്കാം. ഈ ഒരു അവസ്ഥയില് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. മെഗൻ അങ്ങനെ മമ്മിയുടെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അവൾ ഈ ആഭിചാരത്തിലോ മന്ത്രവാദത്തിലോ ഒന്നും തന്നെ വിശ്വസിക്കുന്ന ഒരാളല്ല. എന്നിരുന്നാലും ബാർബറയുടെ സമാധാനത്തിന് വേണ്ടി മമ്മിയോടൊപ്പം ആ റിച്വൽ ചെയ്യാൻ മെഗൻ തീരുമാനിക്കുകയാണ്. മരിച്ചുപോയ ഒരാളെ ആർക്കും തന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അക്കാര്യം മെഗൻ ഉറപ്പായിരുന്നു. പിന്നീട് മമ്മിയും മോളും ചേർന്ന് ഡാഡിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ കത്തിച്ചു കളയാണ്. അവർക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വസ്തുക്കൾ പോലും ഇനി ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാം കത്തിച്ചു കളയണം. അവരുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു വസ്തുക്കളും ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. വീട്ടിലെ എല്ലാ കതകും ജനലും എല്ലാം ലോക്ക് ചെയ്യുന്നു. കേട്ടനിട്ടും മറച്ചു വെക്കുന്നുണ്ട്. വീട് മൊത്തത്തിൽ ഇരുട്ടായി. അവസാനം മെഗൻ തന്റെ മുറിയിലുള്ള കണ്ണാടി അതൊരു തുണിയിട്ട് മറയ്ക്കാൻ നോക്കുമ്പോ ദേ തിളങ്ങുന്ന 2 കണ്ണുകള്. അവള് പേടിച്ച് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹോ, തനിക്ക് തോന്നിയതാണെന്നും പറഞ്ഞ് അവള് തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴോ ഒരു 10-12 കണ്ണുകൾ കാണാം. അവൾ ഓടിച്ചെന്ന് ലൈറ്റ് ഓണാക്കി നോക്കി. അവൾ ആ കണ്ണാടിയിലേക്ക് നോക്കാൻ നിൽക്കാതെ ആ കണ്ണാടി പെട്ടെന്ന് തന്നെ തുണിയിട്ട് മൂടി. ഇവിടെ മറുവശത്ത് ബാർബറ ഡാഡിയുടെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ തീയിലേക്കിട്ട് കത്തിച്ചോണ്ടിരിക്കുക. മെഗനെ ഇതൊന്നും തന്നെ കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഡാഡിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ വീടിനകത്ത് ഇനി ഒന്നുമില്ല. അതിനെ മമ്മി പറയും, ഈ സാധനങ്ങൾക്കൊന്നും അത്ര പ്രാധാന്യമില്ല, നമ്മുടെ ഓർമ്മകളാണ് പ്രധാനം. ഇതും പറഞ്ഞ് മമ്മി ഡാഡിയുടെയും മെഗന്റെയും കുഞ്ഞിലെയുള്ള ഫോട്ടോ കത്തിക്കാനായിട്ട് നോക്കി. മെഗൻ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ അങ്ങ് പിടിച്ചു വാങ്ങി. എനിക്കും നിന്നെ പോലെ ഈ ഫോട്ടോ ഒത്തിരി ഇഷ്ടമാണ്. നീ കുഞ്ഞിലെ നല്ലൊരു ഡാൻസർ ആയിരുന്നു. പക്ഷേ ഡാഡി അതിലൊട്ടും തന്നെ സന്തോഷവാനായിരുന്നില്ല. ഡാഡി ഒത്തിരി വിഷമിച്ചിരുന്നു. നീ പഠിത്തത്തിലെ പിന്നിലാവോ, നിന്റെ ഭാവി എന്താവും എന്നൊക്കെ ചിന്തിച്ച്. ഇത് കേട്ട് മെഗൻ ഒന്ന് ഷോക്കായി. ഇപ്പോ മമ്മി പറയുന്ന ഒരു കാര്യങ്ങളും മെഗൻ വിശ്വസിക്കില്ല. കാരണം അവള് ഡാഡിയുടെ പെറ്റായിരുന്നു. തന്നോട് വഴക്കിടുന്നത് പോലെ തന്നെ ബാർബറ നിരന്തരമായിട്ട് റോബോട്ടിനോട് വഴക്കിട്ടിരുന്നു. അതെന്തിനാണെന്ന് മെഗൻ അറിയില്ല. പക്ഷേ അവള് കണ്ടു വളർന്നത് ഡാഡിയും മമ്മിയും എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുന്നതാണ്. ഇപ്പോ മെഗൻ ചോദിക്കും, മം, നിങ്ങൾ എന്താ ഡാഡിയെ ഉപേക്ഷിച്ച് പോവാതിരുന്നത്? അതിന് മമ്മി പറയും, ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും തന്നെയില്ല. തെറ്റുകുറ്റങ്ങള് എല്ലാവരിലും കാണും. പക്ഷേ ആ പ്രശ്നങ്ങൾക്കിടയില് നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഒന്ന് മാത്രമാണ്, സ്നേഹം. ഇനി ആ ഫോട്ടോ അങ്ങ് തന്നേക്ക്. മെഗനാണെങ്കില് ആ ഫോട്ടോ കത്തിക്കാൻ സമ്മതിക്കില്ല. മമ്മി ഉടനെ തന്നെ മെഗന്റെ കയ്യില് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. നാളെ നേരം വെളുക്കുന്നത് വരെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ മെഗൻ തന്റെ കൈകൊണ്ട് തന്നെ ആ ഫോട്ടോ തീയിലേക്കിട്ട് കത്തിക്കുകയാണ്. അല്ലാതെ മമ്മിയുമായിട്ട് വഴക്കിട്ടിട്ട് യാതൊരു കാര്യമില്ല. തുടർന്ന് അവര് രണ്ടുപേരും ബാത്തിങ് റിച്വൽ ചെയ്യുന്നു. മകളെ കുളിപ്പിക്കുന്നു. അവര് രണ്ടുപേരും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു. ഇപ്പോഴും മെഗന് മമ്മി ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാൻ മനസ്സില്ല. എങ്ങനെയെങ്കിലൊക്കെ മമ്മിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മമ്മി ആവട്ടെ ഇതൊന്നും തന്നെ കേൾക്കാനും തയ്യാറല്ല. അദ്ദേഹത്തിന് തീരെ വയ്യാന്ന് നിനക്കറിയായിരുന്നു. എന്നിട്ടും നീ ഞങ്ങളെ ഇട്ടിട്ട് പോയി. എന്നിട്ടോ നീ തിരിച്ചു വന്നത് അദ്ദേഹം മരിക്കാറായപ്പോ. ഇത് കേട്ടതോടെ മെഗന് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോയതല്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് നിങ്ങൾ കാരണമാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൺട്രോൾ ചെയ്യായിരുന്നു. എനിക്ക് ഡാഡിയോടൊപ്പം നിൽക്കണം, നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മമ്മി എന്നെ ഈ ഒരു പ്രായത്തിലും ഒരു കൊച്ചു കുഞ്ഞായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കുറ്റപ്പെടുത്തി സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഫ്രണ്ട് ഡോറിലെ ആരോ തട്ടുന്നത് പോലെ. അത് മമ്മി പറഞ്ഞ പേരില്ലാത്ത ആളാണ് ഈ ഒരു റിച്വൽ ചെയ്യാനായിട്ട്. മമ്മി ചെന്ന ഡോറ് തുറന്നു. ആ തൊപ്പി വെച്ച മനുഷ്യൻ ഒരക്ഷരം മിണ്ടുന്നില്ല. അഴുക്ക് പിടിച്ചൊരു ബാഗുമായിട്ട് വീടിനകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ആ ബാഗ് താഴെ വെച്ച് നമ്മുടെ മെഗനെ ഒരു വല്ലാത്തൊരു രീതിയിൽ തുറച്ചു നോക്കുക. അവളെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. മെഗൻ മമ്മിയെ നോക്കി പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ തൊപ്പിക്കാരൻ നേരെ ചെന്ന് മമ്മിയെ സ്മെല്ല് ചെയ്ത് നോക്കി. ചെവിയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് രണ്ടുപേരോടും ഒരക്ഷരം പോലും മിണ്ടാതെ അവര് റിച്വൽ ചെയ്യാനായിട്ട് ഒരു മുറി ഒരുക്കിയിരുന്നില്ലേ, ആ മുറിക്കകത്തേക്ക് പോയി. പിന്നീട് മന്ത്രവാദി ഡാഡിയുടെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ തുറന്നിരുന്ന കണ്ണുകൾ അടക്കിയ. എന്നിട്ട് ബെഡിനടിയിലുണ്ടായിരുന്ന ആ വിച്ച് ക്രാഫ്റ്റ് എടുത്ത്
അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഇപ്പോഴും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ബാർബറ ഉടനെ തന്നെ ഒരു ബാഗ് എടുത്ത് ആ മന്ത്രവാദിക്ക് അടുത്ത് വെച്ചു. എന്നിട്ട് ഡാഡിയുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങി. മമ്മിയും മോളും ഈ സമയത്തും ഒന്ന് രണ്ടും പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്, വഴക്കിടുന്നുണ്ട്. എങ്കിലും രണ്ടുപേരും ഡാഡിയുടെ ഡെഡ് ബോഡി കുളിപ്പിച്ച് വൃത്തിയാക്കി. ഈ സമയം ആ മന്ത്രവാദി ശബ്ദം ഉണ്ടാക്കാതെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അത് മെഗന് എന്താന്ന് വ്യക്തമല്ല, പക്ഷേ മമ്മിക്ക് അയാളുടെ ഓരോ ആക്ഷൻസും വ്യക്തമാണ്. അതായത് ഇനി വേണ്ടത് ചാരമാണ്. അവര് കുറച്ചു മുൻപ് ഡാഡിയുടെ സാധനങ്ങളൊക്കെ കത്തിച്ചില്ലേ, അതിന്റെ ചാരം. രണ്ടുപേരും ചേർന്ന് ആ ചാരം ഒരു പാത്രത്തില് കളക്ട് ചെയ്യുന്നു. പെട്ടെന്ന് ആ മന്ത്രവാദി പേടിപ്പെടുത്തുന്ന രീതിയിൽ മമ്മിയുടെ കൈ പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ഡാഡിയുടെ ഡെഡ് ബോഡി ഈ വൃത്തത്തിനകത്ത് കിടത്തണം. രണ്ടുപേരും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഡാഡി എടുത്തോണ്ട് വന്ന് ആ വൃത്തത്തിൽ കിടത്തി. രണ്ടുപേർക്കും അതത്ര എളുപ്പമായിരുന്നില്ല. പിന്നെ കുറച്ചു മുൻപ് മമ്മി അയാൾക്കൊരു ബാഗ് കൊടുത്തിരുന്നില്ലേ, ആ മന്ത്രവാദി ആ ബാഗ് തുറന്നു നോക്കി. സത്യം പറഞ്ഞ ആ ബാഗിനകത്തെ പണം കണ്ട് മെഗനെ വിശ്വസിക്കാൻ വയ്യ. ഇത്രയും നേരം ഇതെല്ലാം മമ്മിയുടെ വാശിയാണ്, മണ്ടത്തരമാണെന്ന് കരുതി മെഗൻ മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ ഏതൊരു സ്ട്രേഞ്ചർ പണത്തിന് വേണ്ടി മമ്മിയെ പറ്റിക്കുകയാണ്. എത്ര കാശാ മമ്മി അയാൾക്ക് കൊടുത്തത്? അതിന് മമ്മിക്ക് ഒരു ഉത്തരവില്ല. എല്ലാം അവരുടെ സമ്പാദ്യം മുഴുവനും മമ്മി ആ മന്ത്രവാദിക്ക് കൊടുത്തു. ഡാഡിയുടെ സേവിങ്സ്, ഇൻഷുറൻസ് പണം എല്ലാം. ഇനി ബാക്കിയുള്ളത് ഈ വീട് മാത്രമാണ്. മെഗൻ ഈ കാര്യം വിശ്വസിക്കാൻ വയ്യ. മാം, നിങ്ങൾക്ക് ഇത് എന്നോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഒരുപക്ഷെ ഈ ചടങ്ങ് ചെയ്തിട്ട് ഡാഡി തിരിച്ചു വന്നു എന്ന് കരുതാ. പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ജീവിക്കാനായി നിങ്ങൾ എന്ത് ചെയ്യും? മമ്മി മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ പൊയ്ക്കോ, ഇനി നീ ഇവിടെ നിൽക്കരുത്. ഈ റിച്വല് ഞാൻ തനിയെ ചെയ്തോളാം. മെഗൻ മമ്മിയോട് ദേഷ്യപ്പെട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇപ്പോ ഡാഡി അവളെ തടയുന്നുണ്ട്. നീ അമ്മയോട് ദേഷ്യപ്പെടരുത്. നിനക്ക് മമ്മിയെ അയാളോടൊപ്പം തനിച്ചാക്കി പോവാൻ പറ്റൂ? ഈ ഒരു ചോദ്യം കേട്ടതോടെ മെഗൻ ഒന്ന് സ്റ്റക്കായി. ഇത്രയും പണം കൊടുത്ത് മമ്മിയെ ഒരു സ്ട്രേഞ്ചറിനോടൊപ്പം വിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ മെഗനെ കൊണ്ട് കഴിഞ്ഞില്ല. മനസ്സ് മാറിയിട്ടാണ് മെഗൻ ആ മുറിയിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ മെഗൻ ആദ്യം നോക്കിയത് പണം ഉണ്ടായിരുന്ന ബാഗാണ്. ബാഗ് തുറന്നു നോക്കുമ്പോ പണം ബാഗിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ പണം ആ മുറിയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. മെഗന് തന്റെ കൺട്രോൾ തന്നെ പോയി. അലറിക്കൊണ്ട് അയാളോട് ചോദിക്കും, ഇതിലെ പണം എവിടെ? എന്റെ പണം എവിടെ? അതിന് അയാളും ഒന്നും തന്നെ മറുപടി പറയുന്നില്ല. മമ്മി അവളെ സമാധാനിപ്പിച്ച് ആ വൃത്തത്തിലേക്ക് പിടിച്ചിരുത്തി. ഈ സമയം ആ മന്ത്രവാദി ചാരം കൊണ്ട് അവർക്ക് ചുറ്റും വൃത്തം വരയ്ക്കുകയാണ്. ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ മെഗന് ഇതിൽ നിന്ന് പിന്മാറാം. അതുപോലെ തന്നെ ഈ ഒരു റിച്വൽ കംപ്ലീറ്റ് ആവുന്നത് വരെ അവർക്ക് 3 പേർക്കും ഈ വൃത്തത്തിൽ നിന്ന് പുറത്ത് കടക്കാനും കഴിയില്ല. മരണം ഉറപ്പാണ്. അങ്ങനെ 3 ത്യാഗത്തിലൂടെ അവർക്ക് ഡാഡിയെ മരണത്തിന്റെ ലോകത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരാം. അങ്ങനെ ആ സർക്കിള് വരച്ച് തീർത്തതിന് ശേഷം ആ മന്ത്രവാദി ഒരു മാന്ത്രിക കത്തിയെടുത്ത് ബാർബറയുടെ മുഖത്തേക്ക് വെച്ചു. അതുകണ്ട് മെഗൻ ഒന്ന് പേടിച്ചുപോയി. ഇനി കണ്ണെങ്ങാനും എടുക്കാനാണോ? അയാള് പതിയെ ബാർബറയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് കൊണ്ട് ആ കത്തി ക്ലെൻസ് ചെയ്യാണ്. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മെഗൻ അന്തം വിട്ടിരിക്കുക. അവൾക്ക് കരച്ചിലും വരുന്നില്ല. തനിക്ക് ചുറ്റും എന്താണ് ഈ നടക്കുന്നതെന്നറിയാതെ പകച്ചിരിക്കുക. ആ മന്ത്രവാദി പതിയെ ചെന്ന് മെഗന്റെ കണ്ണുകൾ അടച്ചു. അങ്ങനെ തന്നെ നായിക തന്റെ പാസ്റ്റിലേക്ക് സഞ്ചരിക്കുകയാണ്. അവൾക്ക് തന്റെ ഡാഡിയെ കാണാം, മമ്മിയെ കാണാം. അവര് 3 പേരും അത്രയും സന്തോഷത്തിലാണ്. എന്നാൽ ഡാഡി മമ്മിയുമായിട്ട് വഴക്കിടുന്നതും തർക്കിക്കുന്നതും മെഗന്റെ കാര്യത്തിലാണ്. മെഗൻ ചെറുപ്പത്തിലെ നല്ല ഡാൻസർ ആയിരുന്നു. ബാർബറ മകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഡാഡിക്ക് ഈ പാട്ടിലും ഡാൻസിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. മകൾക്ക് നല്ലൊരു ലൈഫ് വേണം, നല്ലൊരു കരിയർ വേണം എന്ന വാശിയിലായിരുന്നു. സോ കുട്ടിക്കാലം മുതലേ മമ്മി ഡാഡിയുമായിട്ട് വഴക്കിട്ടിരുന്നത് അത് തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു, മകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ തന്നെ ആ മന്ത്രവാദി മെഗന്റെ കണ്ണു തുറന്നു. അവളിപ്പോ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കരയുവാണ്. അയാൾ ആ കണ്ണീര് കൊണ്ട് മാന്ത്രിക കത്തി തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ആ കണ്ണീര് തുടച്ച ആ തുണി കൊണ്ട് റോബോട്ടിന്റെ മുഖം മറയ്ക്കുന്നുണ്ട്. ഈ സമയം ആ മന്ത്രവാദി ഒരു പൊതിയെടുത്ത് അതിൽ നിന്ന് എന്തോ എടുത്ത് മമ്മിക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. അതെന്താന്നറിയില്ല, കറുമുറാന്ന് കടിച്ച് തിന്നുന്നുണ്ട്. ഡ്രഗ്സ് ആയിരിക്കാം. അയാളത് മെഗനും കഴിക്കാനായിട്ട് കൊടുത്തെങ്കിലും അവളെ കൊണ്ടത് കഴിക്കാൻ വയ്യ, വൊമിറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ അവള് കഷ്ടപ്പെട്ട് ആ ഒരു മരുന്ന് വിഴുങ്ങി. അടുത്തൊരൊറ്റ സെക്കൻഡ് കൊണ്ട് മെഗന് തന്റെ കൈകാലുകളൊക്കെ തളരാൻ തുടങ്ങി, കാഴ്ച മങ്ങാൻ തുടങ്ങി. ഇപ്പോ ആ മന്ത്രവാദി ആ കത്തിയെടുത്ത് മമ്മിയുടെ ഒരു മോതിര വിരല് തന്നെ അറുത്തു മാറ്റി. മെഗൻ ഇത് കണ്ട് നിലവിളിച്ച് കരയുക. അവളെ കൊണ്ട് കരയാനല്ലാതെ ഇരുന്നിടത്തു നിന്ന് അനങ്ങാൻ വയ്യ, ഓടി രക്ഷപ്പെടാനും പറ്റത്തില്ല. അയാള് മമ്മിയുടെ കയ്യിലെ മുറിവൊക്കെ വെച്ച് കെട്ടി അടുത്തത് മെഗന്റെ അടുത്തേക്ക് വന്നു. അവള് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ മെഗന്റെയും ഒരു മോതിര വിരല് അങ്ങനെ മുറിച്ചെടുത്തു. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ വേദന കൊണ്ട്
ബോധം പോയ മെഗൻ കണ്ണു തുറക്കുമ്പോ അവരുടെ വിരല് മുറിച്ച ആ ബ്ലഡ് കൊണ്ട് ആ മന്ത്രവാദി ഡാഡിയുടെ ദേഹത്ത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സിമ്പലൊക്കെ വരച്ചോണ്ടിരിക്കുക. അവള് മമ്മിയോട് ദേഷ്യത്തോടെ ചോദിക്കും, മോം നിങ്ങൾ എന്ത് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? അതിന് മമ്മി പറയും, ഇതാണ് സെക്കൻഡ് സറണ്ടർ, രണ്ടാമത്തെ പരിത്യാഗം. ഉടനെ തന്നെ ആ മന്ത്രവാദി മമ്മിയുടെ കൈ പിടിക്കും. ഇത് കണ്ടതോടെ മെഗനാകെ പേടിയായി. ഇനി അടുത്തത് കയ്യെങ്ങാനും മുറിച്ച് മാറ്റാനാണോ? ഇല്ല ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരയുക. പേടിക്കണ്ട, നമ്മൾ അടുത്തെത്തി കഴിഞ്ഞു. അവര് 3 പേരും കൈ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് എന്തൊക്കെയോ മന്ത്രങ്ങള് ഉറക്കെ പറയാൻ തുടങ്ങി. ആ മുറി തന്നെ മൊത്തത്തില് കുലുങ്ങാൻ തുടങ്ങി. മുകളിൽ നിന്നൊരു വെട്ടം കാണാം. അതായത് അവര് മറ്റൊരു ലോകത്തേക്ക് പോവാണ്. പിന്നെ മൊത്തത്തിൽ ഇരുട്ടായി. എന്തു പറ്റിയെന്നറിയില്ല. ആ ഇരുട്ടത്ത് മെഗൻ മമ്മിയോട് ചോദിക്കും, മോം ഇതൊക്കെ എന്താ? അപ്പൊ തന്നെ അവർക്ക് തൊട്ട് സ്ട്രെയിഞ്ച് ആയിട്ട് എന്തോ ശബ്ദം കേൾക്കാം. രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടെയുള്ള ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ചു. എന്നിട്ട് താഴേക്ക് നോക്കുമ്പോ ഡാഡിയെ കാണുന്നില്ല, കൂടെ ഉണ്ടായിരുന്ന ആ മന്ത്രവാദിയെ കാണുന്നില്ല. ഇപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. ആ മന്ത്രവാദിയുടെ നാക്കൊക്കെ പറിച്ചെടുത്ത് തലയൊക്കെ തകർന്ന് കിടക്കുക. അങ്ങനെ തന്നെ ആ മന്ത്രവാദിയെ എന്തോ ഒന്ന് ആ ഇരുട്ടിലേക്ക് വലിച്ചോണ്ട് പോയി. മമ്മി ഇത് കണ്ടാകെ പാനിക്കായി. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവരെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്തത്. ഈ വൃത്തം അവരെ സംരക്ഷിക്കണം. പക്ഷേ എന്തുകൊണ്ട് അത് വർക്കായില്ല? ഇത് കേട്ട് പകച്ചു നിന്ന മെഗൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഡാഡിയുടെയും മെഗന്റെയും ഫോട്ടോ പുറത്തേക്കെടുത്തു. അതവള് കത്തിച്ചില്ലായിരുന്നു. മമ്മിക്ക് പിന്നെ ഒന്നും തന്നെ മിണ്ടാൻ വയ്യ. ഈ ഫോട്ടോ കാരനാണ് ആ സർക്കിൾ ബ്രേക്ക് ആയത്. ആ മന്ത്രവാദി കൊല്ലപ്പെട്ടു. അവരുടെ ഡാഡിയുടെ ഡെഡ് ബോഡി കാണുന്നില്ല. ഇനി അടുത്തത് അവര് രണ്ടുപേരുമാണ്. അവർക്ക് ചുറ്റുമായിട്ട് എന്തോ ആ ചെകുത്താന്റെ അലർജിയൊക്കെ കേൾക്കുന്നുണ്ട്. മെഗൻ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ എടുത്ത് കത്തിച്ചു കളഞ്ഞു. അടുത്ത സെക്കൻഡിൽ തന്നെ ആ തിരികളൊക്കെ തനിയെ കത്തി. ആ സർക്കിൾ സ്ട്രോങ് ആയി. മോം നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കണം. അതിന് മമ്മി പറയും, റോബോട്ടില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അവർ ഇത്ര ദൂരം വന്നതല്ലേ, അപ്പോ ഉറപ്പായും ഡാഡിയെ ജീവനോടെ നമുക്ക് തിരികെ കൊണ്ടുപോകാൻ പറ്റും. മമ്മി ഇതും പറഞ്ഞ് ആ ഇരുട്ടിലെ ഡാഡിയെ തെരഞ്ഞോണ്ടിരിക്കുക. എന്നാൽ മെഗൻ നോക്കുമ്പോ ചെകുത്താന്റെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന റോബോട്ട് ആ മന്ത്രവാദിയുടെ ഡെഡ് ബോഡി തിന്നോണ്ടിരിക്കുകയാണ്. എന്നാ ഈ സമയത്തും മമ്മി എന്താ ഈ പറയുന്നേ? റോബോട്ടിനെ എങ്ങനെയെങ്കിലും ഈ വട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. മെഗൻ ഇത് കേട്ട് വല്ലാതെ ദേഷ്യം വന്നു. മോം അത് ഡാഡി അല്ല, നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇപ്പോ മമ്മി അലറിക്കൊണ്ട് മകളോടൊരു കാര്യം പറയും. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം അതെങ്ങനെയാണെന്ന് മമ്മിക്കറിയില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആ മന്ത്രവാദിക്ക് മാത്രമേ അറിയൂ. ഇത് കേട്ട് മെഗൻ ഞെട്ടിപ്പോയി. മോം നിങ്ങൾ എന്തീ പറയുന്നേ? മമ്മി എന്തൊക്കെയോ പിച്ചയും പേയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഡാഡിക്ക് അറിയാം. ഡാഡിയെ ഈ വട്ടത്തിനകത്തേക്ക് കൊണ്ടുവന്നാ നമുക്ക് രക്ഷപ്പെടാം. റോബർട്ട് എന്റെ അടുത്തേക്ക് വാ. ഇതും പറഞ്ഞ് മമ്മി ഒരു കത്തിയെടുത്ത് തന്റെ കൈ മുറിച്ചു. ആ ബ്ലഡ് കണ്ട ഉടനെ തന്നെ ആ ചെകുത്താന്റെ രൂപത്തിലുള്ള റോബോട്ട് അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. അതിന് ആ സർക്കിൾ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ആ രൂപം അങ്ങനെ തന്നെ പതിയെ ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. അത് കണ്ട് മമ്മി റോബോട്ട് പോവല്ലെന്ന് പറഞ്ഞ് വൃത്തത്തിന് പുറത്തേക്ക് കൈ നീട്ടി. അടുത്ത നിമിഷം തന്നെ ആ ഡീമൻ ബാർബറയെ പിടിച്ചു വലിച്ചോണ്ട് പോയി. പിന്നെ കേൾക്കുന്നത് മമ്മിയുടെ കരച്ചില് മാത്രമാണ്. മെഗനെ പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. മമ്മിയുടെ ബ്ലഡ് അതങ്ങനെ സ്പ്രെഡായി ആ വൃത്തത്തിന് ചുറ്റും തളം കെട്ടി നിൽക്കുക. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മെഗൻ ആ സർക്കിളിനകത്ത് കിടന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യ്, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ. അവളങ്ങനെ ദൈവത്തിനോട് സംസാരിക്കുന്നത് കണ്ട് ആ ചെകുത്താൻ ഇരുട്ടിൽ നിന്ന് അവളെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക. അവൾക്ക് ആ ശബ്ദങ്ങൾ കേട്ടിരിക്കാൻ പറ്റാതെ തന്റെ 2 ചെവികളും പൊത്തി പിടിക്കുന്നുണ്ട്. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞ് മെഗന്റെ ഡാഡിയെ പോലെ തന്നെ ഇതിനകത്ത് പെട്ടുപോയ ഒരുപാട് ആത്മാക്കള് അതുവഴി നടന്നു പോകുന്നു. ഇവള് എന്നെ സഹായിക്ക്, പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. എന്നാ ആ പ്രേതങ്ങളെല്ലാം ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. ഇപ്പോ ആ ഇരുട്ടിൽ നിന്ന് തിളങ്ങുന്ന കണ്ണുകളുമായിട്ട് ആ ചെകുത്താൻ അവളെ പേടിപ്പിക്കുക. ദേഷ്യം വന്ന മെഗൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് കയ്യിൽ കിട്ടിയതെടുത്ത് ആ ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അതേ സ്പീഡിൽ തന്നെ അത് മെഗന്റെ തലയ്ക്ക് തന്നെ വന്ന് വീണു. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നിൽക്കുന്ന നേരത്താണ് മെഗൻ 3rd സറണ്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മമ്മി പറഞ്ഞത് 3ാമത്തെ ത്യാഗത്തിലൂടെ അവർക്ക് ഈ ചെകുത്താന്റെ ലോകത്ത് നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാമെന്നല്ലേ? അതെങ്ങനെയാണെന്ന് മെഗന് വലിയ പിടുത്തമില്ല. ഇവള് വേദന അറിയാതിരിക്കാൻ ആ മന്ത്രവാദി കൊടുത്തിരുന്ന സബ്സ്റ്റൻസ് ഡ്രഗ്സ് എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇടം കൈയിലെ ചെറിയ വിരല് മുറിച്ചു മാറ്റി. പക്ഷേ അവിടെ യാതൊരു മാറ്റം ഉണ്ടായില്ല. പിന്നീട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ചറ പറന്ന് പറഞ്ഞ് കൈയിലെ മറ്റ് വിരലുകളെല്ലാം തന്നെ മുറിച്ചു മാറ്റി. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അടുത്ത സീനില് മെഗൻ രക്തം വാർന്ന് ആ വട്ടത്തിനകത്ത് തളർന്നു കിടക്കുക. കയ്യിലെ വിരലുകളെല്ലാം തന്നെ മുറിച്ചു മാറ്റിയിട്ടും അവൾക്ക് ആ സാത്താന്റെ ലോകത്ത് നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സമയത്താണ് എന്തോ ഒരു കാര്യം മെഗന് സ്ട്രൈക്ക് ആവുന്നത്. അവളിപ്പോ കിടക്കുന്നത് ഫ്ലോറിലല്ലേ? അപ്പോ താഴെ എന്തായിരിക്കും? അവൾ ആ കത്തി വെച്ച് ഫ്ലോറിലെ മരങ്ങളൊക്കെ എടുത്തു മാറ്റി. താഴെ അവൾക്ക് തന്റെ വീട് കാണാം.
മെഗൻ ഒരു വിധത്തിലെ ആ മുറിയിലുണ്ടായിരുന്ന കണ്ണാടി വഴി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് സഹായത്തിനായിട്ട് എമർജൻസിക്ക് കോൾ ചെയ്ത് നോക്കി. ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ഈ സമയത്താണ് വീടിന് വെളിയില് മെഗൻ തന്റെ ഡാഡിയെ കാണുന്നത്. അതവൾക്ക് തോന്നിയതല്ല. അതായത് മെഗൻ ഇപ്പോ പാസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. മെഗന് തന്റെ പേരൻസിനെ കാണാം, അവരോട് സംസാരിക്കാം, തൊടാം. പക്ഷേ അവർക്ക് മെഗനെ കാണാനോ അവളുടെ ശബ്ദം കേൾക്കാനോ പറ്റത്തില്ല. ഈ സമയം മെഗൻ പല സത്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അവള് തനിക്ക് വേണ്ടി വഴക്കിടുന്ന മമ്മിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് നേരെ ആ കണ്ണാടിക്കകത്തേക്ക് തന്നെ കയറിപ്പോയി. വീണ്ടും തിരിച്ച് ആ കളത്തിലേക്ക് തന്നെ എത്തി. ഇപ്പോ അവൾക്ക് ആ ഇരുട്ടിൽ നിന്ന് തിളങ്ങുന്ന 2 കണ്ണുകൾ കാണാം. അത് മെഗന്റെ മമ്മിയാണ്. മമ്മി ഒരു ഡീമനായിട്ട് മാറിക്കഴിഞ്ഞു. മെഗൻ ആകെ ഇമോഷണൽ ആയിട്ട് മമ്മിയോട് ചോദിക്കും, നിങ്ങൾക്ക് 2 പേർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നെ തനിച്ചാക്കാൻ, എന്നെ തനിച്ചാക്കി മരിക്കാൻ? മോം, ഇത് നിങ്ങളല്ലാന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് വഴക്കിട്ട് മതിയായി, മടുത്തു. നിങ്ങളൊരു സെൽഫിഷാണ്. പക്ഷേ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളെ 2 പേരെയും ഒരുപാട് ഇഷ്ടമാണ്. അവസാനമായി മെഗൻ മമ്മിയോട് ഗുഡ് ബൈ പറഞ്ഞ് അവൾ ആ സർക്കിള് ബ്രേക്ക് ചെയ്യാണ്. അവൾ ആ വൃത്തം വരച്ചിരിക്കുന്ന ചാരം അതങ്ങ് ഊതിക്കളഞ്ഞു. അങ്ങനെ മുകളിൽ നിന്ന് വലിയ ഒച്ചയോടെ വെട്ടം വരുന്നത് കാണിച്ചാണ് ദ സറണ്ടർ എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. ഈ ചിത്രത്തിന് 2 ക്ലൈമാക്സ് ഉണ്ട്. അതായത് മുകളിൽ നിന്ന് വന്ന വെട്ടം മെഗൻ മറ്റുള്ളവരെ പോലെ തന്നെ മരണപ്പെട്ടു എന്നതിന്റെ സൂചനയായിരിക്കാം. ഇനി രണ്ടാമത്തെ ക്ലൈമാക്സ് മെഗൻ തന്റെ തെറ്റുകള് തിരിച്ചറിയുന്നു. ഡാഡിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം, ഓർമ്മകളാണ് അവരിവിടെ കുടുങ്ങിപ്പോവാൻ തന്നെ കാരണമായത്. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ മെഗൻ ഡാഡിയോടുള്ള സ്നേഹം, ഡാഡിയുടെ ഓർമ്മകള് ആ സർക്കിളിനകത്ത് ത്യാഗം ചെയ്യാണ്. അങ്ങനെ മമ്മിയോട് ഗുഡ് ബൈ പറഞ്ഞ് എല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ 3ാമത്തെ ത്യാഗത്തിലൂടെ മെഗൻ മാത്രം ആ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്